എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സന്തോഷമായൊരു വ്ളോഗിലേക്കാണ് നിങ്ങളെ കൊണ്ടുവന്നത്. ഇന്ന് എൻ്റെ ചേട്ടൻ്റെ ഹൗസ് വാമിംഗ് ആണ്. ആ ദിവസം അതിൻ്റെ ആഹ്ലാദം നിങ്ങളോട് പങ്കിടാനായിട്ട്, സന്തോഷത്തോടെ പങ്കിടാനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എൻ്റെ സൗണ്ടിൻ്റെ ബുദ്ധിമുട്ട് ഇതുവരെ മാറിയിട്ടില്ല. തൊണ്ടയ്ക്ക് ഇപ്പോഴും പ്രശ്നമുണ്ട്. എന്നാലും ഞാൻ ആ ബുദ്ധിമുട്ടുകളോട് തന്നെ വ്ളോഗ് എടുക്കുകയാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞങ്ങളെല്ലാവരും രാവിലെ റെഡിയായി രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് ഇവിടെ. എനിക്ക് വളരെ സന്തോഷം തരുന്നൊരു സ്ഥലമാണ്. ഇവിടെ എൻ്റെ ചേട്ടനെന്ന് പറഞ്ഞില്ലേ, ഷൈജുണ്ണൻ എന്നാ ചേട്ടൻ ഞാൻ വിളിക്കുന്നത്. ഷൈജുണ്ണനും സന്ദേശിച്ച് എനിക്ക് വളരെ സ്പെഷ്യലാണ്. എന്ന് വെച്ചാൽ എന്നോട് അത്രയും കെയറിങ്ങും സ്നേഹവും ഒക്കെ ഉള്ള ആളുകളാണ് അവർ രണ്ടാളും. പിന്നെ എനിക്കിതിൻ്റെ സ്വന്തം ചേട്ടനെ പോലെ തന്നെയാണ് എന്നും എന്നോടാണ് പെരുമാറിയിട്ടുള്ളത്. അതേപോലെ തന്നെ എനിക്കൊരു സ്വന്തം ബ്രദർ, അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ സ്വന്തം ബ്രദറിനെ പോലെ തന്നെ ആണ് ഷൈജുണ്ണനും ഷൈജുണ്ണൻ്റെ ബ്രദർ കൊച്ചണ്ണനും. ഇവരൊക്കെ എന്നോടും അങ്ങനെ തന്നെയാണ്. വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് അപ്പച്ചി മുല്ലപ്പൂവൊക്കെ കയ്യിലേക്ക് തന്ന് വെക്കാനായിട്ട്. ഞാനപ്പോൾ അതൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ചടങ്ങുകളൊക്കെ തുടങ്ങാനായിട്ട് പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ട് ഷൈജുവിൻ്റെ ഫ്രണ്ട് തന്നെ അവിടുത്തെ പൂജകളൊക്കെ ചെയ്യുന്നത്. ആ ചോപ്പ് മുണ്ടൊക്കെ കൊടുത്ത് അവിടെ നിൽക്കുന്നതാണ് കേട്ടോ പൂജാരി. ആ ചേട്ടനും ഭയങ്കര രസമാണ് സംസാരിക്കാനൊക്കെ. എപ്പോഴും എന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കും. ഞാനും അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറയാം. അങ്ങനെ ഭയങ്കര മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു വൈബാണ് എന്ന് പറയാം. ഈ ഓറഞ്ച് ബനിയൻ ഇട്ടിരിക്കുന്ന കൊച്ചണ്ണൻ UK-യിലാണ്. അപ്പോൾ ഈ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ കൊച്ചണ്ണൻ. അപ്പോൾ ഇതാണ് ഷൈജുണ്ണൻ കുർത്തിയൊക്കെ ഇട്ടിട്ട് നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ നിൽക്കണേ. പിന്നെതാ ഞങ്ങൾ വന്നിട്ട് വേഗം ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ എടുത്ത് കഴിച്ചു. ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് കഴിച്ചിട്ട് ചെല്ലാമെന്ന് ഓർത്തിട്ട് ഞങ്ങളിതാ കഴിക്കാനായിട്ടിരിക്കുകയാണേ. ചടങ്ങ് തുടങ്ങാനുള്ള കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച് സമയമാവാനായിട്ടുള്ള വെയിറ്റിങ്ങിലായിരുന്നേ. നല്ല വീടാട്ടോ. ഇതാണ് വീട്. ഞാൻ പറ്റുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു ഹോം ടൂർ ചെയ്യാം കേട്ടോ. ചെന്നിട്ട് ഇത് അവിടുത്തെ ചേച്ചിയുടെ റിലേറ്റീവ്സൊക്കെയാണ്. എന്നോട് ഭയങ്കര കാര്യം ഇവർക്കും. ഞങ്ങളെപ്പോഴും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറയും. അപ്പോൾ വ്ളോഗ് എടുക്കുന്ന കാര്യം പറഞ്ഞിട്ട് എപ്പോഴും എന്നെ കളിയാക്കളി. ഇപ്രാവശ്യം ചെന്നപ്പോൾ ഇവർ എല്ലാവരും എന്നിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് സമയമാവാനായിട്ട്. അപ്പോൾ സമയമായി തുടങ്ങി. അപ്പോൾ ഇനി ചടങ്ങുകളിലേക്ക് പോവാണേ. തുടങ്ങും മുമ്പ് എല്ലാവരും കൂടിയിട്ട് ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് എന്നിട്ടാണ് പിന്നെ ചടങ്ങുകൾ അങ്ങോട്ട് തുടങ്ങിയത്. നടന്ന് എല്ലാം നല്ല രീതിയിലായി. ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് കുറേ പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. ഞങ്ങൾ രാത്രിയായിട്ടോ തിരിച്ചു വന്നപ്പോഴത്തേക്കും. ഞങ്ങളുടെ ചേച്ചിയും ചേട്ടനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒക്കെ കണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരെയും കുറേ നാൾ കൂടി കണ്ടതിൻ്റെ സന്തോഷവും. അപ്പോൾ ഷൈജുണ്ണനും ചേച്ചിക്കും പുതിയ വീട്ടിൽ
എല്ലാ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ച് ഞാൻ എൻ്റെ ഈ വ്ളോഗ് ഇവിടെ നിർത്താണ്. അപ്പോൾ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും നല്ല രീതിയിലിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.